എനിക്കില്ല ചേച്ചി എന്താന്നറിയില്ല, ഞാൻ വെച്ച ചിക്കൻ കറി കൂട്ടാൻ ഒട്ടും താല്പര്യമില്ല. ഇത് കണ്ട സംഭവം. അപ്പൊ നമ്മളെന്തായാലും ഒരു ഫാമിലി ഫുട്ബോളും കളിക്കാൻ വേണ്ടി പോയാണ്. പിരിയുന്നു പ്രിയ നിന്നെ വെടിഞ്ഞ് കാണപ്രേയസി ഞാൻ വെടിയട്ടെ. ചിക്കൻ വാങ്ങിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ടല്ലേ വീട്. നിക്ക് എന്തിങ്ങനെ നോക്കിക്കുന്നു? പാവം തോന്നിയ കണ്ടപ്പോ, കോഴിനെ പിടിക്കാൻ കണ്ടപ്പോളേ പെട്ടെന്ന് പാവം തോന്നി. നിക്ക് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് നിക്ക് ഇന്ന് ചിക്കൻ കൂട്ടൂല അല്ലേ, പൊരിച്ചത് മാത്രം. ഞങ്ങളേ നമ്മുടെ ഫാമിലി ചിക്കൻ മേടിക്കാൻ വന്നിട്ടുള്ള ഫാം അറിയാലോ, കുറേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അതെ, ഇപ്പൊ കുറേ ആയി നമ്മളിങ്ങോട്ട് വന്നിട്ട്. സത്യം പറഞ്ഞാൽ അത് നല്ല കാര്യം. നീ കുളിക്കുന്നുണ്ടല്ലോ ഇടക്കിടക്ക്, അത് നല്ല കാര്യം ഗൈസ്. ഇന്ന് വീട്ടില് ഒരു ടീമുണ്ട് നമുക്ക് അല്ലേ, അപ്പം അവര് വരും. പിന്നെ അതാണ് 2 ചിക്കനൊക്കെ വാങ്ങിയത്. പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു മാച്ച് ഉണ്ട് ഗൈസ്. ഇതുവരെ നിങ്ങൾ കാണാത്ത ചില കളികൾ കാണാൻ വേണ്ടി പോവുകയാണ് അല്ലെ എനിക്ക്. ചില കളി എന്നെല്ലാം പറഞ്ഞാൽ മറ്റേ ലോകകപ്പ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ കൂടി ചേർത്തൊരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് കോഴി വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കറി അങ്ങോട്ട് വെച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. വാഗപ്പൂ കണ്ടില്ല, വാഗമരം പൂത്തിട്ട് വാഗപ്പൂ നിലത്ത് വീണേക്കണ. അല്ല, ഇപ്പൊ പാടാൻ പറ്റിയ ഒരു പാട്ട് ഏതാന്ന് നിനക്ക് മനസ്സിലായിനാ? ഏതാ പാട്ട്? ആ പാട്ട് ഇപ്പൊ ശരിക്കും പാടാല്ലേ. വാഗകൾ പൂക്കുന്ന വഴിവീതിയിൽ ചെങ്കൊടി കയ്യിലേന്തി സഖാവിനെ കണ്ടിന്നു ഞാൻ, എൻ സഖാവിനെ കണ്ടിന്നു ഞാൻ. കവിതയാണല്ലേ, നല്ല രസമാണ്. അപ്പൊ അതുപോലെ വാഗമരം ഇങ്ങനെ പൂത്ത് ഇതാ വാഗപ്പൂ നിലത്തേന് വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ കാക്കത്തിരുത്തി, അതെ, കടുത്ത വേനലിലും വാടാത്ത വാഗമരം കണ്ടതാ നമ്മുടെ കാക്കത്തിരുത്തി. അമ്മ അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട്, ഇനി ഗുൽമോഹർ എന്നെല്ലാം ഉണ്ട്. ഇതിലേത് അച്ഛന്റെ തോണി? ഇത് അച്ഛന്റെ തോണിയാന്നോണ് ഗൈസ് കേട്ടാ. അല്ല, അച്ഛൻ്റെ അപ്പറായിക്കോളൂ. അപ്പോൾ കാക്കത്തിരുത്തി കടവ് കുറേ ദിവസം കൂടി കണ്ടപ്പോൾ ഒരു ഭംഗി. സത്യം. അപ്പൊ ഇന്ന് അതെ, എന്താ തറക്കേ? ചിക്കൻ തറക്കാനാ? നീ എന്താ പറഞ്ഞ? തറിക്കുന്ന നല്ല രസമല്ലേ ഗൈസ്. ഇവിടെ നല്ലൊരു മരവും ഇരിക്കാനുള്ള സ്ഥലവും തോണിയെല്ലാം കൂടി നല്ലൊരു കടവ് അല്ലേ. ഇത് പണ്ട് സ്കൂളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ സാധനം എടുത്തിട്ട് ഇതുപോലെ നഗ അങ്ങനെയല്ല, അത് മറിച്ച് ഇവിടെ തോണ്ടതാ. ഇവിടെ ഇങ്ങനെ തെറ്റിക്കണം, ഇവിടെ ഇങ്ങനെ ഇതാക്ക്. ഈ സാധനം ഇവിടെ ഇങ്ങനെ ചെത്തും. ഇത് അടുത്തോട്ട് കാണിക്കുന്നത് വേണ്ട. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെക്കും. അന്നത്തെ നമ്മുടെ വിരൽ കണക്കല്ലേ, ചെറുതല്ലേ, നഖം ചെറുതല്ലേ, ഇതിനൊക്കെ വെച്ച കണക്കായി. പോത്തന്മാരായോണ്ട് നമുക്ക് നഖം ഫിറ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാത്തിനും വെക്കും, എല്ലാ കൈക്കും ഇങ്ങനെ വെക്കും. അപ്പം എടുത്ത് നഖാക്കിയിട്ട് നാക്കും. പാട്ടേ പാടയില്ല. പണ്ട് ഓപ്പ എനിക്ക് എപ്പോഴും പാട്ട് പാടിയിട്ടുണ്ട്. ഓപ്പ എന്നാ ഈ പാട്ട് പാടി ഓപ്പ ഒന്ന്. ഏത് പാട്ട്? ജീവിതം ജീവിതം. ഞാൻ പണ്ട് എപ്പോഴും പാടിപ്പിക്കുന്ന പാട്ടാണ്. ജീവിതം ജീവിതം യാഥാർത്ഥ്യമാകുവാൻ നീ എൻ്റെ ജീവനിൽ നീന്തി തോടിക്കട്ടെ. ജീവിതം ജീവിതം യാഥാർത്ഥ്യമാകുവാൻ നീ എൻ്റെ ജീവനിൽ നീന്തി തോടിക്കട്ടെ. ചാരുത കലർന്നുള്ളൊരു കാട്ടിൽ ഒരു ദിനം വന്നു പാതിര നേരം കയറുമായി നടന്നു മദനൻ. കയറൊരു മരക്കൊമ്പേലും കയറുമായി നടന്നു രമണനാണ്. കയറുമായി നടന്നു രമണൻ, കയറൊരു മരക്കൊമ്പേലും കെട്ടി. ബലമോടെയൊന്നു വലിച്ചു നോക്കിയവൻ, പിന്നെ വളച്ചു കൊടുക്കുണ്ടാക്കിയവൻ. പ്രാന്തന തുല്യമായവനെന്ന് പല പല ദുഃഖവാക്കുകളോതി കണ്ണീരാലെ പറഞ്ഞു രമണൻ. മണ്ണടിയട്ടെ എൻ്റെ ശരീരം, മഹീലൻ ജീവിതം ഇത്ര നാളും സഖി.
മധുരമാക്കി തന്ന ചന്ദ്രികയല്ലേ നീ. പിരിയുന്നു പ്രിയ നിന്നെ വെടിഞ്ഞ് പ്രാണപ്രേയസി ഞാൻ വെടിയട്ടെ. നമ്മൾ തമ്മിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ലംഘിച്ചതില്ല. പിന്നെന്തിനീ ചതി ചെയ്യുവാൻ കാരണം? വിശ്വാസവഞ്ചന നീ ചെയ്തതെന്തിന്? അടിപൊളി അടിപൊളി അടിപൊളി. രണ്ടുപേരും പാടാൻ പറഞ്ഞിട്ട് നിർത്തുന്നുണ്ടാ. പിന്നെ അതിന്റെ കൈവേദന എടുത്ത് രമണന്റെയും മദനൻ പിന്നെ നമ്മുടെ ചന്ദ്രിക അവരുടെ എന്നാണ് രണ്ടുപേരും പാട്ട് പാടാൻ പറഞ്ഞേന് മനുഷ്യന്മാരെ ഞാൻ പാടിക്കൊടുക്കാത്ത കൊള്ളൂല. എല്ലാരും എന്റെ പൊങ്കാലയിടും നന്നായിട്ട് പാടി സജീഷ് പിടിച്ചിന്ന ഇത് പിടിക്ക് ഇത് പിടിക്ക്. ഇന്ന ഞാനിവിടെ മുല്ലപ്പൂ ഉണ്ടാ നോക്കട്ടെ. ഇന്നാ പിടിച്ച മുല്ലപ്പൂ ഉണ്ടാ നോക്കട്ടെ. അപ്പൊ ചിക്കൻ വാങ്ങിച്ച പാമ്പ് കരയ ശബ്ദം കേട്ടിന് ഇപ്പൊ. ആ സത്യം കേട്ടിന് കേട്ടിന്. ആരാണിത്? ചിക്കൻ വാങ്ങിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ടല്ലേ വീട്. ചിക്കൻ വാങ്ങിട്ട് നമുക്ക് ചിക്കൻ എറണാകുളത്തുനിന്ന് വന്നിട്ട് ഇത് രാത്രി കണ്ടില്ലേ? ഞാൻ വരും, നാളെ വരും. ഇന്ന് വരാന്ന് വിചാരിച്ചതാണ് വൈകുന്നേരം. ഇല്ല നിക്കാനൊന്നല്ല, ഇന്ന് വൈകുന്നേരം വന്നിട്ട് അമ്മേന്റെ സ്പെഷ്യൽ എന്തെങ്കിലും ചായ എല്ലാം കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് നിന്നതായതാ. നാളെ വൈകുന്നേരം ആക്കാം. ആ ഇന്നല്ല, ഇന്ന് വരാൻ നേരമില്ല. നാളെ വരാം. നാളെ വൈകുന്നേരം അങ്ങോട്ടേക്ക് വരാം. അത് വേണ്ട, അത് വേണ്ട. അമ്മക്ക് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. ഏതെന്താ പിള്ളേരെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ. നാളെ വരാം. നാളെ നല്ല മുളകിട്ട മീൻകറിയും ചോറെല്ലാം ആക്കി വെക്കാം കേട്ടോ. നാളെ ഉച്ചക്ക് അവിടെ. ആ അപ്പൊ അച്ഛനും അമ്മയും പോയി. നമ്മളെ നാട് നോക്കി എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട്. വീഡിയോയില് നേരിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടാ. നേരിട്ടും അങ്ങനെ തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. എനിക്ക് ചിക്കൻ പൊരിക്കുകയും ചെയ്യാം. ആരോടാ നീ പറയുന്നു ചിക്കൻ പൊരിക്കുകയൊക്കെ ചെയ്യാന്ന്? എഴുന്നള്ളി അല്ലേ? കണ്ടാലേ നാത്തൂന്റെ സ്നേഹം കണ്ടാലേ. ഞങ്ങള് കൊറേ ദിവസമായി കണ്ടിട്ടല്ലേ. ഇപ്പൊ ഷൂട്ടിന് പോയോണ്ട് നല്ല ഗ്യാപ്പായി. അല്ല എന്തൊക്കെയാ വിശേഷങ്ങള്? അതെ, നമ്മുടെ വിശേഷങ്ങളൊന്നും എന്നോട് പറയണ്ടല്ലോ. അളിയന്റെ അല്ല പിള്ളേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് മക്കളെ. റെഡിയല്ലേ നിങ്ങളെല്ലാവരും? സെറ്റല്ലേ? ആയിട്ടില്ല, വൈകുന്നേരം അല്ലേ? അല്ല അളിയ എന്താണ് പാണ്ടിലൊക്കെ കയറി തകർത്തേക്കാണല്ലോ. എന്താണ് ഫുള്ള് ലുക്കാണല്ലോ. ചങ്ങായ നോക്കാൻ പറ്റാണ്ട് പെട്ടെ എന്താ ചെയ്യാ പെട്ട്. എന്നിട്ട് സുഖം? ഇന്നത്തെ മൊത്തം സ്പെഷ്യല്. നിങ്ങൾ വന്നോണ്ട് മൊത്തം സ്പെഷ്യലാ. എന്നിവിടെ വന്നോണ്ട് മൊത്തം സ്പെഷ്യൽ അല്ലേ? അല്ലേ ആണോ? ആ മന്തു ഇപ്പോഴും അവിടെ നിന്നിട്ട് പറഞ്ഞ് എന്നോട് ഒരു കിലോ അരി വാങ്ങിട്ട് അളിയന് കുഴിമന്തി ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടോ അളിയന് മന്തിയാക്കി അളിയൻ പറയും അളിയൻ ഇങ്ങനെ ആക്കും. അതുകൊണ്ട് ചോറാക്കി അളിയൻ. അളിയന് അതുകൊണ്ട് ചോറാക്കി മതിയടി. അത് മതി ചിക്കൻ കറി വെക്ക്. എന്നാ ചിക്കൻ കറി നോക്ക് ഗൈസ്. നോക്ക് നോക്ക്. എനിക്കില്ല സൈൻതേച്ചി എന്താന്നറിയില്ല, ഞാൻ വെച്ച ചിക്കൻ കറി കൂട്ടാൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതല്ല ഇത്രയും സാധനങ്ങൾ സൈൻതേച്ചി ചെയ്ത പിന്നെ എന്തിനാ ചിക്കൻ കറിന്റെ ക്രെഡിറ്റ് ഞാൻ ഏറ്റെടുക്കുന്നേ? സൈൻതേച്ചി തന്നെ ചിക്കൻ കറി വെച്ചോന്നു.
അങ്ങനെ ഇതാ സന്ദേശ് നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറി ഞങ്ങൾക്ക് ഇന്ന് വെച്ച് തരും. അതാണ് സത്യം പറഞ്ഞ അതാണ് ഏറ്റവും മടി ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട്. ഒരു ഞാൻ പറഞ്ഞ സബ്യോപ്പനോട് വെക്കാൻ വേണ്ടി പറഞ്ഞ സബ്യോപ്പക്ക് മടി. സബ്യോപ്പക്ക് വെച്ചൂടെ ചിക്കൻ കറി? സബ്യോപ്പയുടെ പോയി സബ്യോപ്പനെ കാണുന്നില്ല. ഞാൻ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം കൊടുത്ത്. ഓ ആ ചിക്കൻ കഴുകി വൃത്തിയാക്കണൊക്കെ എന്ത് പണിയുണ്ട് അറിയാ. കഴുകി വൃത്തിയാക്കി ഇതാ ഞാൻ ഫ്രിഡ്ജില് മസാല പരത്തി വെച്ചു. ഓ പെടേ പോയത് എന്താക്കി എന്റെ ചിക്കൻ കറി റെഡിയാ? ചിക്കൻ കറി ആള് മാറി ആ സമയം കൊണ്ട്. ഉള്ളി വാട്ടുന്നു ഗൈസ്. എപ്പോഴാണത്? ഏത് സമയത്താണ്? എനിക്കത് ഓർമ്മയില്ലല്ലോ. അത് ഏത് കൊല്ലമാണത്? ആ കൊല്ലൊന്ന് വ്യക്താക്കാൻ പറ്റുമോ? അമ്മ 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 നീ എങ്കേ അമ്മ. ആ കാലെല്ലാം നേരത്തെ കാണിച്ച്. അതല്ല ഇന്നലത്തെ വീഡിയോയില്. അത് ഞാൻ കഴിഞ്ഞ വ്ളോഗില് പറഞ്ഞിരുന്നു. എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളിട്ടിട്ട് പോണ പോലെയാ. ഏതെങ്കിലും വഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും വരും. പിന്നെ അവിടെ നിന്ന് മോഡലായി മോഡലായി ആക്കലായി. പിന്നെ വണ്ടി എടുക്കലായി പാലായി. അതെ അതെ. എന്നിട്ട് ക്യാരറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കറി ആക്കാൻ നോക്കുന്നു. ഞാനിങ്ങനെ അരിഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് സന്ധ്യക്ക് സ്വാദിഷ്ടമായി ഇയാളെ കണ്ടു ഒരു ക്യാരറ്റ് വാവെടുത്തുന്നു. ഞാനിങ്ങനെ കിടന്നിങ്ങനെ റെസ്റ്റ് എടുക്കുക. ഇവരിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കുക. ഇവിടെ രണ്ടുപേര് നിന്നിങ്ങനെ പണിയെടുക്കുക. അതെ അതെ. അപ്പൊ വേണ്ടാത്ത പണി എടുക്കുന്നേ. അതെ പൊടിയെല്ലാം കഴിച്ചെന്ന് തോന്നില്ല. അത് എന്താക്കുന്നീയല്ലോ അറിയിലൂടെ. പിന്നെ എങ്ങനെ അടപ്പത്ത് നോക്കുന്നു? ഷൊണ്ണപ്പിയാണുള്ളത്. എന്തെങ്കിലും ആക്ക്. ഇവിടെ ബിരിയാണിക്ക് വേണ്ടി ആക്കിയത്. ഇത്രയും കഴിക്കണം ഉള്ളി. ഇത്രയും കഴിച്ചിട്ട് എന്തെല്ലാം ഇടുന്നു കൈസ്? പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയതാ. എന്തോന്നാ കിട്ടിയത് പാരമ്പര്യമായിട്ട്? ഇപ്പൊ നല്ല കരി പോയില്ലേ? ആ പൊടിയും കൂടി ഇട്ടപ്പോ മൊത്തം കരിച്ചു കളഞ്ഞിട്ട്. ഇത് ഇനി ചിക്കൻ അതൊക്കെ ഇടണ്ടെന്നാ എനിക്ക് തോന്നണത്. കാരണം എന്നറിയാമോ, ചിക്കനോട് അങ്ങ് ഇട്ടാ ചിക്കൻ വേസ്റ്റ് ആവുമല്ലോ. അളിയോ നോക്കിയാ കരിച്ചിട്ടാവളെ. അളിയന്റെ ചാരിതാർത്ഥ്യം ഞാൻ നശിപ്പിക്കുന്നു. വല്ലതാക്കുന്നുണ്ടാവുക. ചിക്കൻ ചീത്തായി പോടി. സീരിയസ്ലി ഇടുന്നു. ഇഷ്ടത്തിയാണ് നോക്കാതെ കളഞ്ഞ ചിക്കൻ കളയുന്ന. എന്തൊരു കഷ്ടമാണ്. വറക്കാൻ മാറ്റി വെച്ചാ അതെങ്കിലും തിന്നാൻ പറ്റുമോ? ഈശ്വരാ ചിക്കൻ എടേ കറി എന്തായി? ഞാനാ പാകത്തിന് എല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് കറി അടിപൊളിയാണ്. നിങ്ങളുടെ ഡ്രസ്സ് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഗൈസ്. ഞങ്ങളൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റിന്റെ. എന്താണ് പ്രൊഡക്റ്റ്? ഫേസസ് കാനഡന്റെ ഒരു സ്ട്രോപ്പ് ക്രീമിന്റെ പ്രൊഡക്റ്റ്. അതിന്റെ വീഡിയോ എടുക്കാനാ പോയത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവിടെ കറി റെഡി. കറി കാണുമ്പോ നല്ല ഭംഗിയുണ്ടല്ലോ. ചിക്കൻ പൊരിച്ചത് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇവർ പെണ്ണുങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തു ഗൈസ്. അറേഞ്ച് ചെയ്തു.
ഇനി നമുക്ക് ക്യാരറ്റും കൂടി വളർത്തണം. അയ്യോ വെളിച്ചെണ്ണ വാങ്ങിയല്ല. ഇനി പാക്കറ്റിൽ പകർത്തണ്ടേ, അതല്ലേ പണി. അത് ശരിയാ. അവർ ചോറ് കഴിക്കുന്ന സമയം കൊണ്ടേ നമ്മൾ വിചാരിച്ച് ഈ വീഡിയോ എടുക്കാമെന്ന്. ഫേസസ് കാനഡൻ്റെ 3 പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ്. നിങ്ങളിത് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. നിക്ക് അതാണ് ചന്ദനമൊക്കെ തേച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് പ്രകാരം വീഡിയോസൊക്കെ എടുത്ത് ഫൈനൽ ലുക്കാണിത്. ആ 3 പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ നിക്കിയുടെ ഫേസിലുണ്ടായ മാറ്റങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാണെങ്കിൽ ഇതാണ് ആ 3 പ്രൊഡക്റ്റ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. മിണ്ടാണ്ടിരുന്ന് തിന്നെയാണ്. അതങ്ങനെ തന്നെ കാര്യം കഴിഞ്ഞല്ല. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇല്ല വായിൽ വെക്കണ്ട, അങ്ങ് അണ്ണാക്കിലോട്ട് വെക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അതാ ചൂടോടെ കഴിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും കഴിച്ചു. മുട്ടയും എച്ചടി എന്നാല് എവിടേക്കാ പോന്നേ? ഞങ്ങളൊക്കെ ഓളിയായിട്ട് പറഞ്ഞേക്കാണല്ലേ. അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കെ. ഞങ്ങള് ചെറിയ ടീമല്ല, ഞങ്ങള് വലിയ ടീമാണ്. ടീമാണ് കണ്ട നോക്ക്. എവിടെയുള്ളേ? ഞങ്ങളവിടെ നിന്ന് ചോറ് കഴിക്കുന്നല്ല കണ്ടേ. ഞങ്ങള് നേരെ ടർഫിലോട്ട് പോകുന്നു ഗൈസ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ടർഫാണ്. ഈ പ്രാന്തിന്റെ ഒറ്റ നിർബന്ധത്തിന് ഞങ്ങൾ എല്ലാരും ഇന്നിപ്പോ ഈ ടർഫിൽ, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി എവിടെ വീട്ടിലിരിക്കണ്ടല്ലേ നമ്മള്. ഇത് സംഭവം ടർഫിൽ കളിക്കണം എന്നിട്ട് അവര് ഭയങ്കര ആഗ്രഹം. ടീമിനോക്ക് കളിക്കണ്ട, ടീമിനോക്ക് തേരാപ്പാര എന്തുവാ ഇത് ഗൈസ്. ഇത് കണ്ട സംഭവം. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഫുട്ബോൾ, ഫാമിലി ഫുട്ബോളും കളിക്കാൻ വേണ്ടി പോയിന്. നിങ്ങൾ രണ്ടാളും അല്ലേ ഗോളി കയറി കളിക്കുന്നുണ്ടാ? നീ അല്ല ടീം സെറ്റാക്കളിയാ, ടീം സെറ്റാക്ക്. അതായത് ഞങ്ങൾ രണ്ടാള് നോക്കി കളിക്കണ പോകുന്ന ടീം സെറ്റാക്കട്ടെ. ടീം സെറ്റാക്കട്ടെ. ബോൾ സെന്ററിലോക്ക് ഫുട്ബോൾ എന്താണെന്ന് അറിയാത്ത ടീമാ കളിക്കാൻ പോകുന്നത്. അപ്പോഴേ ഇവിടെ വെച്ചേ ബാബാ ഫുട്ബോൾ ഫ്രണ്ടിലോക്ക് അവിടെ ചളി അവിടെ അത് നടുക്ക് വെക്കേണ്ടതാണ്. പോലെയാണ് ബോൾ വെക്കേണ്ട സ്ഥലമാണത്. അപ്പഴേ അളിയാ വിളിക്ക്. ഞാനും അളിയാനും നമ്മൾ ഒരു ടീമിന്റെ ക്യാപ്റ്റനായേ. ഞങ്ങളുടെ ടീമിന്റെ പേര് ടീം ജിങ്കോളോ. ഞാൻ മെസ്സി. അപ്പൊ ടീം മെസ്സി അർജന്റീന. ടീം മെസ്സി ആണ്. നെയ്മർ. ഓക്കെ. അല്ലെന്ന് 2 ടീമിന് പേരിട്. ബ്രസീൽ കളി. അപ്പൊ ടീം ബ്രസീലിലേക്കും ടീം മെസ്സിയിലേക്കും. ഞാൻ മെസ്സി ടീമിലേക്ക് ആരാ? മെസ്സി അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഇതാ വന്നേ വിളിച്ചേട്ടാ ഉണ്ണിക്കോട്ടെ. മോനെ ഏത് ടീമിലാ? നന്ദോപ്പ. എന്നാ അങ്ങോട്ട് പോ. ബാങ്ക് എട്ടി കൊടുക്കടി അവിടെ മുടി. ഓക്കെ. അത് മെസ്സി നമ്മട്ടില്ലേ, പിന്നെ അത് ആ ടീമിലാണല്ലോ ഇത്. എന്റെ ദൈവം, ഹിന്ദുവിന്റെ കാര്യം പറഞ്ഞാല് എന്താ മോനെ. പോയി നിക്ക് ഗോളി. അവിടെ പോയി നിക്കടി. തൊട്ടുവഴി കേട്ട് പോയി നിക്ക്. ഗോളി റെഡി. നിക്ക് റെഡി അല്ലേ? കാലോടുങ്ങണേ. നമ്മുടെ ടീമല്ല ഇപ്പുറം നിക്ക്. എല്ലാരും ഇപ്പുറം നിക്ക്. നിങ്ങളുടെ ടീം അപ്പുറമല്ലേ? നിങ്ങൾ അപ്പുറം പോ. ഇതെന്താ അനുഗ്രഹം വാങ്ങുന്നത്? പോയി കൊച്ചല്ലേ. ആരുടെ അനുഗ്രഹം വാങ്ങിയ നന്നാവൂല ഒരിക്കലും. കളിയിൽ ഒരിക്കലും നന്നാവൂല. അങ്ങനെ കളി തുടങ്ങി ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഓടാൻ വേണ്ടി കഴിയുന്നില്ല. നമ്മുടെ ആ കുഞ്ഞിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ചു നേരം കളിച്ചപ്പോൾ ഒരു മൂടായി. ഞങ്ങളുടെ ഗോളി അബദ്ധമാണ് ഗൈസ്. നോക്കിയാൽ നിങ്ങൾ ഗോളിൻ്റെ ഭരതനാട്യം കുച്ചിപ്പടി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഒട്ടും ഓടാത്ത ഒരാളുണ്ടെങ്കിൽ അത് നികിയാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഓടി മരിക്കുന്നുണ്ട്. നോക്കി ആ ഒറ്റ നിർത്താണ് പോക്കറ്റിലും കൈയിട്ടിട്ട്. ഗോളി നമ്മുടെ ടീമിനെ തന്നെ തോപ്പിച്ചത് ഇവളൊരാളാണ്. നോക്കി ഗൈസ് അനങ്ങാണ്ട് അവിടെ നിൽക്കാണ്ട. നിങ്ങൾ ഒരു ബോൾ വന്നപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് അനക്കം അങ്ങോട്ട് കഴിഞ്ഞിപ്പോ മതി. ഇത് ആരുടെ ബോൾ? ഞാനിവിടെ വന്ന് വെറുതെ വന്ന് നിൽക്കണം എന്നുള്ളൊരു ധാരണയിലാണ്.
ഇത് മാത്രം പുള്ളിക്കാരത്തെ പരിപാടി കണ്ട വരുന്നൊരു ബോൾ പോലും പിടിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ. നികി നമ്മുടെ ടീമിലായതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായി കളി നമ്മൾ തൂക്കും. കണ്ട ഗൈസ് അവളുടെ പരിപാടികൾ നോക്കിയിട്ട് ഏതോ വഴിക്ക് ഫുട്ബോളുകൾ നടക്കുന്നുണ്ട്, ഇവളേതോ വഴിക്കാണ് ഗൈസ്. പിന്നെ ഒരു കണക്കിന് എൻ്റെ ഒരു പെർഫോമൻസിലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സബീഡിൻ്റെ ടീമും ഗോൾ അടിച്ച് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗോളി പോക്കാണെന്ന്. ഗോളിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി അവർ ഗോൾ അടിച്ച്. എന്തോട്ടെ ഒരു ഗോൾ അവർ അടിച്ചില്ല, നമുക്കൊരു ഗോൾ തിരിച്ചടിക്കണം എന്നുള്ള ഒറ്റ വാശിയിലായി ഞങ്ങൾ ഇട്ടാ. പക്ഷെ നികി ഇപ്പോൾ ഏത് ടീമിലാണെന്ന് ഞങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. ഞങ്ങളുടെ പോസ്റ്റിലോ കാര്യങ്ങളിലോ ഒന്നും അവൾ വരുന്നില്ല. അവൾ വർത്താനം പറയാൻ എന്താ അപ്പുറത്തെ ടീമിൽ പോയി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്ക് 2 ഗോളിയാന്ന് തോന്നുന്നു. കാരണം സന്ധ്യയുണ്ട് നികിയുണ്ട്. അളിയൻ പോയിട്ട് പറയുന്നില്ല നീ എന്താ ഇവിടെ നിൽക്കുന്ന അപ്പുറം പൊടിയെന്ന്. എന്നിട്ട് ഈ ഭാഗത്തോട്ട് വരുന്നില്ല ഗൈസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫുട്ബോൾ. പിന്നെ ഞാൻ ഒരാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരും വേണമെന്നില്ല. പിന്നെ നീക്ക് ഗോളിൽ നിന്നും മടുത്തൂല. അതിനുശേഷം ഇറങ്ങി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കളിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. നടുക്ക് ആ ബോൾ വെക്കുന്ന സ്ഥലമില്ല, അവിടെ വന്ന് ഇപ്പുണ്ട് കണ്ടാ. ഇറങ്ങി കളിച്ചിട്ടും ആരൊക്കെ ബോൾ അടിക്കുന്നു അവിടെ ഇങ്ങനെ ഉണ്ട്. എന്തോ ഭാഗത്ത് നമ്മുടെ ഉണ്ണിക്കുട്ടനൊരു ഗോൾ തിരിച്ചു കൊടുത്ത് ഗൈസ്. അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെന്തായാലും ക്യാമറയുടെ മുമ്പിൽ ഒന്നൊരു ആഹ്ലാദ പ്രകടനങ്ങളെ കാഴ്ചവെച്ചല്ല. അപ്പം ഞങ്ങളായിട്ടും കുറക്കുന്നില്ല, ഞങ്ങളും അങ്ങനെ തകർത്തിട്ടുണ്ട് ഗൈസ്. എന്താ മോനെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാലിലെന്തല്ല ഇപ്പൊ. അയ്യാ അയ്യാ എന്ത് കളിയായത്, ആവശ്യം കേട്ട് വീണ് ചത്താനിപ്പ. എന്റെ മോനെ നിക്ക് എവിടെ ഇരിക്കടിയേ, തലയെല്ലാം കറങ്ങുന്ന എന്തെല്ലോ ആന്ന്. ദുഗുനൊരു അടിയിട്ടവരോട് തീർന്ന്, കണ്ണിനൊരു അടിയിട്ട് അത് മറ്റേ ഒരു അടിയിട്ട് തമ്മിൽ കണ്ണിനൊരു ബുൾസൈ പോലെ ആയിരുന്നേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ എന്റെ അമ്മേ കഴിയുന്നില്ല. ഭയങ്കരായിപ്പോയി. ഞങ്ങ അടിച്ചില്ലേ ഗോള്? ആരടിച്ച ഗോള്? നിങ്ങ പിള്ളേരെ പറ്റിച്ച ചെക്കനെ പൊടിച്ചെക്കനെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഗോൾ നിർത്തിയിട്ട് പറ്റിച്ചിളക്കിയിട്ട് പോയാട്ടെ. നിങ്ങ പൊടിച്ചെക്കനെ നീ എവിടെ മലക്കത്തം വന്ന് കിടന്നതാ? നമ്മ കാലങ്ങളായില്ലേ കളിക്കാത്ത. പണ്ട് ഇവിടെ കളിച്ചിരുന്നല്ലേ, ഇപ്പൊ കളിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഫുട്ബോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാരും തളർന്നു. എന്താ പോയാലോ? ആ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോയിട്ട് മാറ്റിട്ട് പോവാ. ഇതാ നമ്മുടെ ഇവിടുത്തെ ടർഫാട്ടെ. ഇത് എന്താണ് സ്പോർട്ട്വുഡ് ഇസ്താൻ ഫീൽഡ്, നമ്മുടെ നാട്ടിലെ ടർഫാ. ഇവിടെ നമുക്കെന്നാ പിന്നെ ബാബാ ഓക്കെ. അപ്പൊ ഓക്കെ അവരങ്ങോട്ട് പോയി. ഓക്കെ ടാറ്റ.